ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സിംഗ് വീഡിയോ ചെയ്യാമെന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇന്നലെ റീലിട്ടുണ്ട് പി സി വന്ന വീഡിയോ ആണ് ഇന്നലെ ഇട്ടത്. അപ്പോൾ ഇന്ന് പി സി അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ 3 പെട്ടിയാണ് വന്നേക്കുന്നത്. പി സിയുടെ 3 ഭാഗങ്ങളാണ് നമുക്ക് വന്നേക്കുന്നത്. അപ്പൊ ഇത് തുറന്നിട്ട് ഇതിന്റെ അകത്ത് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. പിന്നെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കണം. കാരണം ഇത് തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ്. തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഡാമേജ് നല്ല ഭദ്രമായിട്ടൊക്കെയാണ് ചെയ്തെങ്കിലും നമ്മൾ ചെക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്. എന്തെങ്കിലും ഡാമേജ് വന്നാൽ എനിക്കായിരിക്കും നഷ്ടം. ഞാൻ ഈ പി സിക്ക് ഏകദേശം 1,02,000 രൂപ മുടക്കിയതാണ്. പിന്നെ അവിടെ നിന്ന് ഇവിടെ വന്നതിന് ഡെലിവറി ചാർജ് 1,500. അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഓരോ പെട്ടിയായിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഏതാ ഈ പെട്ടി ആദ്യം ഓപ്പൺ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ഈ പെട്ടി ഓപ്പൺ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ഈ പെട്ടി ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഓക്കെ ലെറ്റ്സ് ഗോ, തുടങ്ങിയാലോ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് അങ്ങ് തുടങ്ങാം. കീബോർഡ് കീബോർഡാണ് വന്നേക്കുന്നത്. കീബോർഡ് ഓപ്പൺ ചെയ്യണോ? ഓപ്പൺ ചെയ്യല്ലേ. വീഡിയോ ഭയങ്കര നെഗറ്റാവൂലേ? ഇത് നമുക്ക് ബ്ലോഗ് പോലെ വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് ഇടാം. ഇത് ഷോർട്സില് റീൽസിലൊക്കെ കൊള്ളിക്കാൻ ഭയങ്കര പാടായിരിക്കും. മറ്റേ വെർട്ടിക്കൽ രീതിയിലാണ് വീഡിയോ എടുത്തത്. നമുക്ക് നോക്കാം, എങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ നോക്കാം. നമുക്ക് സോറി, ഇത് സൈഡിൽ നിന്നാണ് പോകുന്നത്. വീഡിയോ ഒന്ന് കട്ടാവട്ടെ. അപ്പോൾ നമ്മൾ തുറന്നു. കുറച്ച് സമയം എടുത്തു എന്നാൽ ആദ്യമായിട്ടല്ലേ ചെയ്യാൻ. വാ, കീബോർഡ് നമ്മുടെ കീബോർഡ് കാണാൻ പറ്റുന്നുണ്ടോ? കീബോർഡ് ഇത് ലൈറ്റ്
ലൈറ്റ് ഉണ്ടാവട്ടെ അതിൻ്റെ നമുക്ക് വേറെ PC കണക്ട് ചെയ്ത് നമുക്കത് ഒന്ന് സെറ്റ് ആക്കാം. ലൈറ്റ് ഇട്ടിട്ട് ഗെയിം ക്ഷമിക്കണം, നമ്മൾ വീഡിയോ എല്ലാം അൺബോക്സ് ചെയ്യണ എല്ലാം എടുത്തു. പിന്നെ കുറച്ചങ്ങ് ഫോൺ ചൂടായി കഴിഞ്ഞപ്പോൾ പറയണ കാര്യങ്ങളെല്ലാം അങ്ങ് സ്റ്റക്കായി തുടങ്ങി. അൺബോക്സ് ചെയ്യണ എല്ലാം കൃത്യമായിട്ട് പറയണ ഇതാണ്. അതുകൊണ്ട് നമ്മളത് വോയിസ് ഓവർ ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് വോയിസ് ഓവർ സ്റ്റക്ക് ഉണ്ടാവും, ക്ഷമിക്കാം. കാര്യം നമ്മുടെ ഫോൺ റിയൽമി എന്ന് പറഞ്ഞ ഫോണാണ്. 35,000 രൂപയുടെ ഞാൻ സെക്കൻഡ് എടുത്തത്. പക്ഷേ കുറച്ചൊന്ന് വീഡിയോ ഇതായി കഴിഞ്ഞപ്പോൾ ലോങ് ആയി കഴിഞ്ഞപ്പോൾ അത് സ്റ്റക്കായി പോയി. അപ്പോൾ അതിൽ കാര്യം അൺബോക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു പ്രശ്നം പറ്റിയത് മനസ്സിലായത്. അപ്പോൾ കുറച്ച് അതിൻ്റെ അകത്ത് കുറച്ച് വീഡിയോ ഇച്ചിരി സ്റ്റക്കാവലുണ്ട്. അത് എന്നോട് ക്ഷമിക്കുക. അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അറിയാണ്ട് പറ്റിയതാണ്. അപ്പോൾ വീഡിയോ അടിപൊളിയാവട്ടെ, അടിപൊളിയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇതാണ് കീബോർഡ്. ഇതിൻ്റെ അകത്ത് ലൈറ്റ് ഉണ്ട്, അത് നമുക്ക് വീഡിയോ ചെയ്യാം. റീലൊക്കെ വരുമ്പോൾ ഇതാണ് മൗസ്. അപ്പോൾ നല്ല കിടിലൻ മൗസാണ്. അപ്പോൾ കീബോർഡ് ഞാൻ സ്ട്രീം ചെയ്യുമ്പോൾ അതൊരു റീലായിട്ട് ഫുള്ളായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ. പിന്നെ ഒരു ചിപ്പ്, അത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുള്ളൂ. അപ്പോൾ ഇത് ഈ പെട്ടി അങ്ങ് മാറ്റി വയ്ക്കുക. കഴിഞ്ഞാൽ നമുക്ക് അടുത്തെടുക്കാം. ഇനി നമുക്ക് അതുപോലെ തന്നെ സാധനം തിരിച്ച് അതുപോലെ തന്നെ വയ്ക്കാം. അതുപോലെ കൃത്യമായിട്ട് അതിൻ്റെ അകത്തേക്ക് വെക്കണം. ഇത് ഞാൻ വോയിസ് ഓവറാണ് ആഡ് ചെയ്യുന്നത്. എൻ്റെ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്റ്റക്കായിപ്പോയി, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് മടക്കി ഉള്ളിൽ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റി അടച്ച് മാറ്റി വെച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ഈ പെട്ടിയാണ്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ളത് മോണിറ്ററാണ്. മോണിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്രീനില്ലേ, നമ്മൾ കാണുന്ന വിഷ്വൽ കാണുന്ന സംഭവം. അപ്പോൾ ഇത് ഇനി നമുക്ക് പതിയെ ഓപ്പൺ ചെയ്യാം. എല്ലാം സ്റ്റിച്ചും മാറ്റി നമുക്ക് കട്ട് ചെയ്ത് പതിയെ ഓപ്പൺ ചെയ്യാം. മോണിറ്റർ എന്ന് പറയുന്നത് MSIയുടെ ബ്രാൻഡാണ്. നമ്മൾ അത്യാവശ്യം നല്ല ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ നല്ല ബ്രാൻഡ് നോക്കി തന്നെയാണ് നമ്മൾ മേടിച്ചേക്കണത്. അപ്പോൾ ഇത് ഊരാനാണെങ്കിൽ ഭയങ്കര പാട്, ഭയങ്കര ബലം. അപ്പോൾ അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ അത് നമ്മളത് ഊരിയെടുത്തു. അത് നല്ല അടിപൊളി പാക്കിങ്ങാണ്. ലോജിടെക്കിൽ നിന്നാണ് ഞാൻ മേടിച്ചത്, തിരുവനന്തപുരം. അവർ നല്ല അടിപൊളി പാക്കിങ്ങാണ്, നല്ല കസ്റ്റമർ സർവീസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തേക്കാം. ഇത് മോണിറ്ററിൻ്റെ സ്റ്റാൻഡാണ്. പിന്നെ അതിൻ്റെ അകത്തേക്ക് കണക്ട് ചെയ്യണ ഒരു സ്ക്രൂ ചെയ്ത് വെക്കുന്നത്. ഇനിയാണ് നമ്മുടെ വയറ്, അതിൻ്റെ വയറ്, പുറകിൽ നിന്ന് കണക്ട് ചെയ്യുന്ന വയറ്. പിന്നെ അതിൻ്റെ ചെറിയൊരു ഇതാണ്. പിന്നെ നമുക്കങ്ങനെ നമ്മുടെ മോണിറ്റർ എടുക്കാം. അത്യാവശ്യം നല്ല സ്ക്രീനാണ്. ഇനി പതിയെ കവറിൽ നിന്ന് നമുക്ക് ഊരിയെടുക്കാം. ഇങ്ങനെ നമ്മളത് അൺബോക്സ് ചെയ്യാൻ പോവാണ്. മോണിറ്റർ ഇതാണ് നമ്മുടെ സ്ക്രീൻ. അങ്ങനെ നമ്മളെ സ്ക്രീനിൻ്റെ അത്യാവശ്യം വലിയ സ്ക്രീൻ തന്നെയാണ്. ഏകദേശം ഇത്രയും വലിയ സ്ക്രീനാണ്. എൻ്റെ ശരീരം വെച്ച് നോക്കുമ്പോൾ ഏകദേശം അപ്പുറം നോക്കുമ്പോൾ എൻ്റെ ഇത്രയും നീളമുണ്ട്. അത്യാവശ്യം നല്ല വലിയ സ്ക്രീൻ തന്നെയാണ്. നമ്മൾ പ്രിഫർ ചെയ്താണ് സ്ട്രീമിങ്ങിന്. അപ്പോൾ അതും കാണിച്ചു. ഇനി ഇത് പതിയെ താഴെ വീഴാണ്ട് പതിയെ എല്ലാം കൃത്യമായിട്ട് അതിൻ്റെ കവറിലാക്കി അതെടുത്ത് നമുക്ക് അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത പെട്ടി എടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത പെട്ടി തുടങ്ങിയാലോ. ഇതാണ് UPS. നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഒരു ഘടകമാണ്. മെയിനായിട്ട് നമുക്കൊരു ലൈവ് ചെയ്യുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് UPS. അപ്പോൾ ഇതിന് എനിക്ക് ഏകദേശം 6200 ആയത്. അപ്പോൾ ഇത് നമുക്ക് പതിയെ തുറക്കാം. അതിൻ്റെ സൈഡ് മൂലയൊക്കെ നോക്കിയിട്ട് പതിയെ നമുക്ക് തുറക്കാം. ഇങ്ങനെ നടുക്കത്തെ ഇത് പൊട്ടിച്ചിട്ട് നമ്മളത് തുറക്കുകയാണ്. അങ്ങനെ അകത്തേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ സാധനങ്ങൾ ഉള്ളിൽ ഫസ്റ്റ് ഓൾ പറയേണ്ടത് ഇവർ സേഫ്റ്റി. ഇതിൻ്റെ ഉള്ളിൽ നല്ല പാക്കിംഗ് ആണ്. ഒട്ടും ഡാമേജ് വരാത്ത രീതിയിലാണ് എല്ലാ പാക്കിങ്ങും. അതിന് തന്നെ ലോജിടെക് തിരുവനന്തപുരമുള്ള അവരെ ബ്രാഞ്ചിന് വലിയൊരു സല്യൂട്ട് തന്നെ കൊടുക്കുകയാണ്. അത് തുറന്ന് നോക്കുമ്പോൾ
സംഭവം അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് സാധനമൊന്നുമില്ല. അത് ഓൾറെഡി അതിൻ്റെ അകത്ത് PC ബിൽഡ് ചെയ്യണ സാധനത്തിലേക്കൊക്കെ ഉൾപ്പെടുത്തിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പെട്ടിയെല്ലാം കാര്യങ്ങളെല്ലാം നമുക്ക് തന്നുവിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് UPS അങ്ങോട്ട് ഓപ്പൺ ചെയ്യാം. നല്ല നല്ല അടിപൊളി പാക്കിങ്ങാണ് V-Guardൻ്റെ. നല്ല സാധനം നോക്കി തന്നെയാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. ഇനി നമുക്കിത് സൈഡൊക്കെ തുറന്ന് അങ്ങ് ഓപ്പൺ ചെയ്യാം. കാര്യം ഓപ്പൺ ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് കുറച്ച് കഴിഞ്ഞിട്ടാണല്ലോ, നമ്മൾ ഏകദേശം 2 മാസം കഴിഞ്ഞാണ് ലൈവ് എടുക്കുന്നത്. അപ്പോൾ ഇതെടുത്ത് ഓപ്പൺ ചെയ്യുന്നത് വെറുതെ. അതുപോലെ തന്നെ അത് ഭദ്രമായിട്ടിരിക്കണം, അതിൻ്റെ അകത്തേക്ക് പൊടിയൊന്നും കയറാതെ ഇരിക്കണം. അപ്പോൾ ഈ മെയിൻ സാധനം നമ്മൾ എന്തായാലും ഓപ്പൺ ചെയ്യുന്നില്ല. എന്നോട് ക്ഷമിക്കണം, വേറെ ഒന്നും വിചാരിക്കരുത്. കാരണം ഇതെല്ലാവർക്കും സംഭവം എന്താണെന്ന് മനസ്സിലായില്ലേ. അത് കാരണം നമ്മളത് ഓപ്പൺ ചെയ്യുന്നില്ല. അപ്പോൾ അത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ തുടങ്ങിയാലോ. ഇതാണ് നമ്മുടെ ലാസ്റ്റ് പെട്ടി PC. അപ്പോൾ ഇത് കസ്റ്റം ചെയ്ത PC ആണ്. അപ്പോൾ ഇത് നമുക്ക് തുറക്കാം. ഓരോ സൈഡൊക്കെ നോക്കി നമുക്കങ്ങ് തുറക്കാം. ഓരോ മൂലയൊക്കെ നമ്മൾ കൃത്യമായിട്ട് കട്ട് ചെയ്ത് അങ്ങനെ നമ്മൾ ഫുള്ള് കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്തു. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കട്ടെ. എന്നിട്ട് ഈ വേസ്റ്റ് അങ്ങ് മാറ്റി വയ്ക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് PC അങ്ങ് ഓപ്പൺ ചെയ്യാം. ഇത് നേരെ നടുക്കിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് ഇത് തലയിരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് നേരെ വെച്ച് കഴിഞ്ഞ് സൈഡ് മൂലയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇനി ഇത് കിടത്തിയിട്ടിട്ട് പതിയെ ഊരിയെടുക്കുക. ഇത് ഞാൻ ഊരിയെടുക്കാൻ നല്ലോണം കഷ്ടപ്പെട്ടു. ഇത് എയർ ഉള്ളിൽ നിന്ന് അത്രയ്ക്ക് നല്ല സേഫ്റ്റിയാണ് കേട്ടോ. സേഫ്റ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് കൃത്യമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഊരിയെടുക്കാൻ ഞാൻ കുറേ നേരത്തെ ഒരു കഷ്ടപ്പെട്ടാണ്. ഒരാൾ പിടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് കുറേ നേരം കഷ്ടപ്പെടുത്താണ് ഈ PC പുറത്തേക്ക് എടുത്തത്. ഇച്ചിരി സമയം എടുത്തു. അത് പിടിച്ചു വെച്ചപ്പോൾ അത് പീസ് ഒടിച്ചു അത്. കാരണം ഞാൻ ബലമായിട്ട് പിടിച്ചപ്പോൾ, കാരണം 2 സ്പോഞ്ചിൽ അത് കയറ്റി വെച്ചാണ്, അതിൻ്റെ ഗ്യാപ്പിൽ വെച്ചാൽ അത് പിടിച്ചപ്പോൾ അത് ഒടിഞ്ഞു പോന്നു. പിന്നെ ഞാൻ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അങ്ങനെ തുറന്നു. അങ്ങനെ നമ്മളത് പുറത്തേക്ക് എടുത്തു. ഇനി ആ പെട്ടി പതിയെ എടുത്ത് മാറ്റാം. ഇതാണ് നമ്മുടെ PC. ഇനി ആ കവറൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതങ്ങനെ PC-യുടെ ഫ്രണ്ട് വശമാണ്. ഇതാണ് ഉള്ളിൽ. ഇതിൻ്റെ ഉള്ളിൽ ഫാനുണ്ട്. മൊത്തം 3 ഫാനുണ്ട്. അങ്ങനെയാണ്. പിന്നെ ഒരു കൂളറും ഉണ്ടാവും. അങ്ങനെയാണ് സംഭവം. അതിൻ്റെ ഉള്ളിലൊക്കെ അതിൻ്റെ ലൈറ്റുള്ള ഒരു ഭാഗം ഞാൻ വേണേൽ ഇടാം. എനിക്ക് അവിടുന്ന് ലോജിടെക്കിൽ നിന്ന് എനിക്ക് വീഡിയോ അയച്ചു തന്നായിരുന്നു. ഞാൻ അത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ കൊടുക്കാം. ഇത് 3 ഫോട്ടോസ് കണ്ടില്ലേ PC-യുടെ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയല്ലോ എങ്ങനെയാണ് PC ഇരിക്കുന്നത്, ലൈറ്റ് ഇട്ട് എങ്ങനെ ഇരിക്കുന്ന ഏകദേശം വീഡിയോ കിട്ടുള്ളൂ. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതുവരെ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ ഓക്കെ, ബായ്. അതുപോലെ തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം സമയം 12:30 1 മണിയായി. അപ്പോൾ ഓക്കെ, ബായ്. ഇപ്പം സമയം 1 മണിയായിട്ടുണ്ട്, രാത്രി 1 മണി. പാക്കിങ് എല്ലാം കഴിഞ്ഞു. തിരിച്ച് പാക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ ഞാൻ ഹാപ്പി, നിങ്ങൾ ഹാപ്പി. അപ്പോൾ ഓക്കെ, ബായ്. അടുത്ത വീഡിയോ ആയിട്ട്, അടുത്ത വ്ലോഗായിട്ട്, അടുത്ത റീലായിട്ട്, അടുത്ത ഷോർട്സ് ആയിട്ട് അപ്പോൾ കാണാം. അപ്പോൾ ഓക്കെ.